ഇന്ന് നമുക്ക് വീട്ടിൽ നോമ്പൂറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ചിലവുമായിരുന്നു പള്ളിയിലെ. പിന്നെ റജീത്ത ഉണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും മന്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ അത് മന്തിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അത് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് കേട്ടോ. ഇത് ഈന്തപ്പഴം പിടിക്കാനായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കണത്. അപ്പോൾ അത് ഓൾറെഡി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴമൊക്കെ അതിൻ്റെ അകത്ത് കുരുവൊക്കെ മാറ്റിയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കട്ട്ലേറ്റിനുള്ള സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്രിഡ്ജിൽ, നമ്മൾ സെറ്റാക്കിയിട്ട് അത് എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ മുടി വെച്ച് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കണത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ കട്ട്ലേറ്റിനുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതേ നമ്മൾ ദമ്മി ചെയ്യാൻ പോവാണ് കേട്ടോ മന്തി. അപ്പോൾ അത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം കൂടി മേളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്മോക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഓൾറെഡി ദമ്മിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഉന്നക്കായ്ക്കുള്ള സംഭവമാണ് കേട്ടോ. ഉന്നക്കായുടെയൊക്കെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ ഇടാവേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. പിന്നെ സമൂസ കൂടി ചെയ്യാനൊക്കെ കരുതി കേട്ടോ. പക്ഷേ അതിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങിക്കാനായിട്ട് കുറച്ചുകൂടി ചിക്കൻ വാങ്ങിക്കാനായിട്ട് ഞാൻ പോയിട്ടോ. പക്ഷേ 2 സ്ഥലത്ത് പോയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇത് നമ്മുടെ മന്തിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് ഉസ്താദിനുള്ള ഇതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കട്ട്ലേറ്റും ഉന്നക്കായും അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ അപ്പുറത്തെ ഇതിൽ മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അപ്പോഴേക്കും ഓർത്ത് വന്നാൽ ഓരോ പ്ലേറ്റിൽ എല്ലാം കൂടി ഓരോരുത്തർക്ക് വെക്കുവാണെങ്കിൽ പിന്നെ കഴിക്കാനും എളുപ്പമാണ്. എല്ലാവർക്കും അവിടെ ഇരിക്കാമല്ലോ, നിരന്നിരിക്കാമല്ലോ എന്നൊക്കെ കരുതി അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളവും ഷമാം ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷമാം ജ്യൂസിൽ കുറച്ച് കസകസൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി. ഒരാൾ ബാങ്ക് വിളിക്കാതെ നോമ്പ് തുറക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ അമ്പുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.